നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കീവേഡ്സിനെ പറ്റിയിട്ടാണ്. സോ നമ്മൾ ഇന്ന് ആ കീവേഡ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ കീവേഡ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഒരു കൺസ്യൂമറോ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു പ്രൊഡക്റ്റോ സർവീസോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിളിലോട്ട് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ നീഡ് എന്ന് പറയുന്ന സാധനത്തിനെയാണ് കീവേഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുക, വി വിൽ ഗെറ്റ് എ ഗുഡ് കപ്പ് കേക്ക്. ആ കപ്പ് കേക്ക് എന്ന് പറയുന്നതാണ് അവിടുത്തെ കീവേഡ്. വേർ വി വിൽ ഗെറ്റ് ദ ഗുഡ് കപ്പ് കേക്ക്. ഗുഡ് കപ്പ് കേക്കും അതേപോലെ വേർ വി ഗെറ്റ് എന്ന് പറയുന്നതും കീവേഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വേർ വി വിൽ ഗെറ്റ് എ ഗുഡ് കപ്പ് കേക്ക്. സോ ഇതിലെ കപ്പ് കേക്ക് എന്ന് പറയുന്നതാണ്, ഗുഡ് കപ്പ് കേക്ക് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഇതിനെ മീഡിയം കീവേഡ് എന്ന് പറയും. അതുപോലെ തന്നെ കപ്പ് കേക്ക് എന്ന് പറയുന്നത് ഷോർട്ട് കീവേഡായിട്ടാണ് കണക്കാക്കപ്പെടുക. ഈ ലോങ് ടെയിൽ കീവേഡാണ് ഇത്. സോ ഒരു ബ്രോഡ് മാച്ച് ആയിട്ട്, അതെ, ഒരാൾക്കാർ നമ്മൾ തപ്പുന്ന കാര്യങ്ങളെല്ലാം ഗൂഗിളിൽ ആണല്ലോ തപ്പുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിലാണല്ലോ തപ്പുന്നത്. അപ്പോൾ തപ്പുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് തപ്പുന്നതെങ്കിൽ എക്സാക്റ്റ് മാച്ച് എന്നും, ആ തപ്പുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ ബ്രോഡ് മാച്ച് എന്നും ആയിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് കൺസെപ്റ്റാണ് കീവേഡ്സിൽ തന്നെ ഉള്ളത്. ഓക്കെ, ഇനി ഇതെങ്ങനെ നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ അപ്ലിക്കബിൾ ആക്കിയെടുക്കാം എന്നുള്ളതാണ് അടുത്തത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുമ്പോഴാണ് ബിസിനസ് അസറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരുന്നത്. സോ നമ്മുടെ ബിസിനസ് അസറ്റ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ കീവേഡ്സ് എല്ലാം സ്റ്റഫ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിട്ടാണ് കണക്കാക്കുക? നമ്മുടെ ബിസിനസ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടാണ് കണക്കാക്കുക? ഡിജിറ്റൽ പോർട്ട്ഫോളിയോസ് ആണല്ലോ നമ്മുടെ ബിസിനസ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കേട്ടോ, മൊത്തമായിട്ടല്ല പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മുടെ ഡിജിറ്റൽ അസറ്റ്സ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ബിസിനസ് അസറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത്. സോ ഈ ഡിജിറ്റൽ അസറ്റ്സോ അല്ലെങ്കിൽ ഡിജിറ്റൽ പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന കീവേഡ്സ് ഈസിയായി സെർച്ച് എഞ്ചിനാണെങ്കിലും സോഷ്യൽ മീഡിയയ്ക്കാണെങ്കിലും ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഡിജിറ്റൽ അസറ്റ്സ് എന്താണെന്ന് അറിയാലോ. ഇനി ഡിജിറ്റൽ അസറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ പോർട്ട്ഫോളിയോൻ്റെ ഒരു ലിസ്റ്റ് എടുക്കാം. ഞാൻ 2-3 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ഗൂഗിൾ മൈ ബിസിനസ് നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സെർച്ച് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഡൗൺസ് വരുമല്ലോ. ആ ലിസ്റ്റ് ഡൗൺസ് വരുന്നതിൽ മെയിനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. പ്ലേസസ് എന്ന് പറഞ്ഞിട്ടും കൊടുക്കും. ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ബിസിനസ്സിനെ ലിസ്റ്റ് ചെയ്യാനും നമ്മുടെ എല്ലാ പോർട്ട്ഫോളിയോസിനെ കൂടി കംപ്രസ് ചെയ്തോ അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്തോ നിർത്തുന്ന ഒരു ഗൂഗിളിൻ്റെ സർവീസാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ മൈ ബിസിനസ് ലാറ്ററിൽ, അതായത് ഇപ്പോൾ 2025 ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നതിനെ പേര് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്കതിനെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്നും പറയാം. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. അപ്പോൾ രണ്ടും ഒന്നിനാണ് കേട്ടോ. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലും ഒന്ന് തന്നെയാണ്, ഗൂഗിൾ മൈ ബിസിനസ്സും ഒന്ന് തന്നെയാണ്. സോ ഇതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിളാണ് ഫേസ്ബുക്ക്. അത് സോഷ്യൽ മീഡിയയ്ക്കൊക്കെ എക്സാമ്പിളാണ്. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ബിസിനസ്, വെബ്സൈറ്റ്. സോ ഇതൊക്കെയാണ് അടുത്ത എക്സാമ്പിൾസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരേ യൂണിക് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളും ഈ പറഞ്ഞ കീവേഡ് സെർച്ചിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? ഇങ്ങനെ നമ്മുടെ സെറ്റ്സിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ കീവേഡ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ഓൺ പേജ് കീവേഡ് ഒപ്റ്റിമൈസേഷൻ. അത് തന്നെയാണ് ഓൺ പേജ് SEO. അതായത് ഓൺ പേജ്
SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിനിൽ കയറി നമ്മുടെ അസറ്റ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന പരിപാടി. ഇത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ SMO എന്നും പറയും, സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ എന്നും പറയും. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പോൾ SMOയോ SEOയോ യൂസ് ചെയ്തിട്ട് നമ്മുടെ അസറ്റ്സിൻ്റെ ഉള്ളിൽ ആദ്യം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓൺ പേജ് SEO അല്ലെങ്കിൽ ഓൺ പേജ് SMO. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ പേജിനുള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഇത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രമാണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. ഇതുപോലെ തന്നെ ഡൊമെയിൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുന്നെങ്കിൽ എന്തായാലും ഒരു ഡൊമെയിൻ വേണം. ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേരുണ്ടല്ലോ. ഇപ്പോൾ ബിസ്പേജ് ഒരു കമ്പനിയുടെ പേരാണ്, അതുപോലെ തന്നെ നൈക്കി ഒരു കമ്പനിയുടെ പേരാണ്. അതുപോലെ നമുക്കൊരു പുതിയൊരു കമ്പനി തുടങ്ങണമെങ്കിൽ, ഇപ്പോൾ റൈറ്റെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി തുടങ്ങണമെങ്കിൽ ആ writex.com എന്ന് പറയുന്ന ഒരു ഡൊമെയിൻ എടുക്കണം. എന്നാൽ മാത്രമല്ലേ writex.com തപ്പിക്കഴിഞ്ഞാൽ കിട്ടുള്ളൂ. സോ ആ കമ്പനിയുടെ പേര് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഡൊമെയിൻ അതോറിറ്റി എന്ന് പറയുക. ആ ഡൊമെയിൻ അതോറിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് പേജ് SEO ചെയ്യണം. അതായത് അതുപോലെ വെയിറ്റേജ് ഉള്ള വെബ്സൈറ്റുകൾ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ജസ്റ്റ് ഡിയൽ എന്ന് പറയുന്നത് നല്ല വെയിറ്റേജ് ഉള്ള ഒരു ബിസിനസ് ഡയറക്ടറിയാണ്. ആ ബിസിനസ് ഡയറക്ടറിയിൽ നമ്മുടെ ബിസിനസ്സിനെ ലിസ്റ്റ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ട്സും സർവീസസും അവിടെ മാപ്പ് ചെയ്തതിന് ശേഷം അത് എല്ലാവരിലേക്കും വിസിബിളായി എത്തിക്കുന്നു. അങ്ങനത്തെ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. അതുമാത്രമല്ല കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് SEO, കീവേഡ് ഒപ്റ്റിമൈസേഷൻ, ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, നമ്മുടെ ബിസിനസ് അസറ്റ്സ് എന്താണ്, നമ്മുടെ പോർട്ട്ഫോളിയോ എന്താണ്. ഇനി കീവേഡ്സിൻ്റെ തന്നെ 3 ടൈപ്പ് ഓഫ് കീവേഡ്സ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കീവേഡാണ് ഷോർട്ട് ടൈൽ കീവേഡ്. അതായത് എന്താണെന്നുള്ള സാധനം, സബ്ജക്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ. പിന്നെ മിഡിൽ ടേം കീവേഡ്സ്, ഇതിനെ പല പല പേരുകളിലും പല പല ആൾക്കാരും വിവരിക്കാറുണ്ട്. സോ എന്തുമായിട്ട് നമുക്കതിനെ വർണ്ണിക്കാം. തേർഡ് ലോങ് ടെയിൽ കീവേഡ്സ്. ഇത് നോർമലായിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇത് വെബ്സൈറ്റിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ സെർച്ച് എഞ്ചിനിലും നമ്മൾ അതേപോലെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതെല്ലാം വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പരാമർശിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്.